എല്ലാവർക്കും നമസ്കാരം. THM ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. Hello everyone, welcome to the THM channel. You are invited to subscribe our channel. ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വള്ളിക്കുന്ന് മുതൽ പൊന്നാനി വരെയുള്ള തീരപ്രദേശത്തിലും നിലമ്പൂർ മുതൽ എളംകുളം വരെയുള്ള മലയോര പ്രദേശത്തിലും വ്യാപിച്ചു കിടക്കുന്ന മലപ്പുറം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെ ഒരു യാത്ര ചെയ്തു നോക്കാം. ആദ്യമായി മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ വള്ളിക്കുന്നിലെ കണ്ടൽക്കാട് വഴി പോകാം. ഇനി നമുക്ക് മലബാറിലെ എന്നല്ല കേരളത്തിലെ തന്നെ പ്രമുഖ വിദ്യാഭ്യാസ കേന്ദ്രമായ കാലിക്കറ്റ് സർവകലാശാലയിലേക്കും ചേളാരിയിലേക്കും പ്രവേശിക്കാം. ഇനി നമുക്ക് ചരിത്ര പ്രസിദ്ധമായ കൊണ്ടോട്ടിയിലേക്കും അവിടെയുള്ള മഹാകവി മോയിൻകുട്ടി വൈദ്യ സ്മാരകത്തിലേക്കും അവിടെ നിന്നും കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ഒന്ന് പോയി നോക്കാം. അടുത്തതായി മൂന്നിയൂർ മുട്ടുച്ചിറ പള്ളിയിൽ പോയതിനു ശേഷം മലബാറിലെ പ്രശസ്ത കാർഷിക ഉത്സവമായ മൂന്നിയൂർ കോഴിക്കുഴിയാട്ടം കണ്ടതിനു ശേഷം പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മമ്പുറത്തേക്കും അവിടെയുള്ള സലാദ് മേളയിലും പങ്കെടുത്തതിനു ശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പ്രമുഖ സ്ഥാനമുള്ള തിരൂരങ്ങാടിയിലേക്ക് പോകാം. പഴയ ഹജൂർ കച്ചേരിയും തിരൂരങ്ങാടി യത്തീംഖാനയും കാണാം. ഇനി നമുക്ക് പാണക്കാട് തൂക്കുപാലവും ചമക്കയം പുഴയോരം പാർക്കും വഴി കടന്നുപോയി ചരിത്രപ്രസിദ്ധമായ മലപ്പുറം വലിയങ്ങാടി പള്ളിയും കണ്ടു ജില്ലാസ്ഥാനമായ സിവിൽ സ്റ്റേഷൻ വഴി കടന്നു കോട്ടക്കുന്നിലേക്ക് നടന്നു കയറാം. കോഴിക്കോട് ഭരണാധികാരികളായ സാമൂതിരിമാരുടെ സൈനിക ആസ്ഥാനമായിരുന്ന കാലത്ത് ഇവിടെ നിർമ്മിച്ച കോട്ടയിൽ നിന്നാണ് കോട്ടക്കുന്ന് എന്ന പേര് വന്നത്. ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് മലപ്പുറം കോട്ട എന്നറിയപ്പെടുന്ന കോട്ട ഇവിടെ നിർമ്മിക്കുകയും മലപ്പുറം നഗരം ഉയർന്നുവരികയും ചെയ്തു. ഒരു മലയുടെ അറ്റത്ത് 3 ഭാഗങ്ങൾ നദിയും ഒരു ഭാഗം ആഴമുള്ള മലയിടുക്കും മുകൾ ഭാഗം ഒരു പീഠം പോലെ പരന്നതുമായ ഒരു തന്ത്രപ്രധാന പ്രദേശമാണിത്. ആധുനിക നഗരം ഈ കുന്നിന്റെ ചെരുവിലും താഴെയുള്ള സമതലങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്നു. അവിടെ നിന്നും കൂട്ടിലങ്ങാടി പാലം വഴി കടന്നുപോയി മഞ്ചേരി പയ്യനാട് ഫുട്ബോൾ സ്റ്റേഡിയം കാണാം. അടുത്തതായി 3 യൂർ മുട്ടുച്ചിറ പള്ളിയിൽ പോയതിനു ശേഷം മലബാറിലെ പ്രശസ്ത കാർഷിക ഉത്സവമായ മൂന്നിയൂർ കോഴിക്കുഴിയാട്ടം കണ്ടതിനു ശേഷം പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മമ്പുറത്തേക്കും അവിടെയുള്ള സലാദ് മേളയിലും പങ്കെടുത്തതിനു ശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പ്രമുഖ സ്ഥാനമുള്ള തിരൂരങ്ങാടി പള്ളിയും കണ്ടു ജില്ലാസ്ഥാനമായ സിവിൽ സ്റ്റേഷൻ വഴി കടന്നു കോട്ടക്കുന്നിലേക്ക് നടന്നു കയറാം.
അടുത്തതായി ശാന്തിതീരം പുഴയോരം പാർക്കിൽ ഉല്ലാസയാത്ര നടത്തിയതിനു ശേഷം മിനി ഊട്ടി വഴി 1921 സമരത്തെ ഓർമ്മിപ്പിക്കുന്ന പൂക്കോട്ടൂർ കേവ് സന്ദർശിച്ചതിനു ശേഷം അരീക്കോട് വെറ്റിലപ്പാറ വെള്ളച്ചാട്ടവും കീഴ്പറമ്പ് വഴി കോഴിപ്പാറ വെള്ളച്ചാട്ടം കാണാം. മലപ്പുറം കാലിക്കറ്റ് ജില്ലാ വിഭജനത്തിലെ കക്കാടംപൊയിലിന്റെ അതിർത്തിയിലാണ് കോഴിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അതിശയിപ്പിക്കുന്ന കാഴ്ച നൽകുന്ന ഈ വെള്ളച്ചാട്ടം നീന്തൽക്കാർക്കും ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും വളരെ അനുയോജ്യമാണ്. ഹലോ സുഹൃത്തുക്കളെ, ഇനി നാടുകാണി ചുരം വഴി നെടുങ്കയം വനമേഖലയും കടന്നു നിലമ്പൂരിലേക്ക് കടക്കാം. നിലമ്പൂരിൽ ചേരുമ്പോൾ ഇക്കോ വില്ലേജ് സന്ദർശിച്ചതിനു ശേഷം DFO ബംഗ്ലാവ് കാണാം. പ്രശസ്തമായ പാട്ടുത്സവം നടക്കുന്ന വേട്ടക്കുടുംബൻ ക്ഷേത്രം ദർശിച്ചതിനു ശേഷം കനോലി പ്ലോട്ടും തേക്ക് മ്യൂസിയവും കാണാം. തേക്കിന്റെ ചരിത്രം, കൃഷി, സാംസ്കാരിക പ്രാധാന്യം എന്നിവ പ്രദർശിപ്പിക്കുന്ന ഒരു തേക്ക് മ്യൂസിയം. പുരാതന മരങ്ങൾ, പുരാവസ്തുക്കൾ, ജൈവവൈവിധ്യ സമ്പന്നമായ പ്രകൃതിദത്ത പാത എന്നിവയെക്കുറിച്ചുള്ള പ്രദർശനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. തേക്കിന്റെ ചരിത്രത്തിലൂടെ ആകർഷകമായ ഒരു യാത്ര ആരംഭിക്കാൻ തേക്ക് മ്യൂസിയം സന്ദർശകരെ ക്ഷണിക്കുന്നു. തടിയുടെ നിലനിൽക്കുന്ന പ്രാധാന്യം എടുത്തുകാണിക്കുന്നു. പോർട്ടിക്കോയിൽ പൂർണ്ണമായി പ്രദർശിപ്പിച്ചിരിക്കുന്ന 65 വർഷം പഴക്കമുള്ള ഒരു തേക്ക് മരമാണ് മ്യൂസിയത്തിന്റെ കേന്ദ്രബിന്ദു. തേക്കിന്റെ ലോകത്തിന് ഒരു ശ്രദ്ധേയമായ ആമുഖം നൽകുന്നു. തേക്കിൽ നിന്ന് നിർമ്മിച്ച ചരിത്രപ്രസിദ്ധമായ കപ്പലായ ഉരുവിന്റെ വിശദമായ മിനിയേച്ചർ മോഡൽ, പരമ്പരാഗത ധാന്യത്തുറ തുടങ്ങിയ കൗതുകകരമായ പുരാവസ്തുക്കളും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തേക്കിന്റെ പരമ്പരാഗത ഉപയോഗങ്ങളെക്കുറിച്ചും പ്രാദേശിക കരകൗശല വൈദഗ്ധ്യത്തിൽ അതിന്റെ പങ്കിനെക്കുറിച്ചും ഈ പ്രദർശനങ്ങൾ ഉൾക്കാഴ്ച നൽകുന്നു. ശേഷം പ്രകൃതി രമണീയമായ നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ ലൈനിലെ ഭാഗങ്ങൾ കാണാം. കരുവാരക്കുണ്ടിൽ പ്രകൃതി അനുഗ്രഹിച്ച കേരളം കുണ്ട് വെള്ളച്ചാട്ടം സന്ദർശിച്ചതിനു ശേഷം റെയിൽവേ വഴി പട്ടിക്കാത്തേക്ക് പോകാം. അവിടെ കേരളത്തിൽ ജീവിച്ചിരുന്ന ഭക്തകവി പ്രമുഖന്മാരിൽ ഒരാളായിരുന്ന പൂന്താനം നമ്പൂതിരി ജനിച്ച ഇല്ലം കാണാം. പിന്നെ 2 പ്രശസ്തമായ ഇസ്ലാമിക് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായ ജാമിയ നൂരിയും ജാമിയ അൽ ഇസ്ലാമിയായും കാണാം. പിന്നെ അവിടെ നിന്ന് പ്രകൃതി രമണീയമായ മായ കൊടികുത്തി മാലയും കാണാം. പെരിന്തൽമണ്ണയിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയുള്ള കൊടികുത്തിമല സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 522 മീറ്റർ ഉയരമുണ്ട് ഈ മലയ്ക്ക്. മലപ്പുറം ജില്ലയിലെ ഊട്ടി എന്നാണ് ഈ മല അറിയപ്പെടുന്നത്. ചുറ്റുമുള്ള പ്രദേശം കാണുന്നതിനായി 1998 നിർമ്മിച്ച ഇവിടെ 3 നിലയുള്ള ഒരു ഗോപുരവും ഇവിടെ കാണാം. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ പ്രാദേശിക കോളേജ് ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. മുതുകുരിശി പെരിന്തൽമണ്ണ റോഡിൽ ഏലംകുളത്ത് ഒരു റെയിൽവേ ഗേറ്റുണ്ട്. മുതുകുരിശിയിൽ തൂതപ്പുഴയോടുകൂടെ മലപ്പുറം ജില്ല അവസാനിക്കുകയും പാലക്കാട് ജില്ല തുടങ്ങുകയും ചെയ്യുന്നു. EMS ജനിച്ചു വളർന്ന സ്ഥലമെന്ന പ്രശസ്തി ഏലംകുളത്തിനുണ്ട്. ഇനി നമുക്ക് മങ്കടച്ചേരിയം മലയും പാലൂർ കോട്ട വെള്ളച്ചാട്ടവും സന്ദർശിച്ചതിനു ശേഷം അങ്ങാടിപ്പുറം തിരുമാന്തുകുന്ന് ക്ഷേത്രം കാണാം. അടുത്തതായി ആയുർവേദത്തിന്റെ നാടായ കോട്ടക്കൽ വഴി കാടാമ്പുഴ ക്ഷേത്രം സന്ദർശിച്ചതിനു ശേഷം ആദവനാട്ടെ അയ്യപ്പനോവ് വെള്ളച്ചാട്ടം വഴി തിരുനാവായിലേക്ക് പോയി നവമുകുന്ദ ക്ഷേത്രം ദർശിച്ചതിനു ശേഷം നിലാതീരവും കുറ്റിപ്പുറം പാലവും കാണാം.
അടുത്തതായി മാമാങ്കണത്തിന്റെ അവശേഷിപ്പുകൾ ഉള്ള മാമാങ്കം മണിക്കിണർ കാണാം. ശേഷം തിരുർ തുഞ്ചൻപറമ്പിലേക്ക് പോകാം. അവിടെ മലയാളം സർവകലാശാലയിലേക്ക് പോകാം. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാല 2012 നവംബർ 1 കേരള മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയാണ് മലയാള സർവകലാശാല ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ആണ് മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറായി നിയമിതനായത്. അവസാനമായി നമുക്ക് ചമ്രവട്ടം പാലം കടന്നു പൊന്നാനിയിലേക്ക് പോകാം. അവിടെ കനോലി കനാൽ, പൊന്നാനി ഫിഷിംഗ് ഹാർബർ, പടിഞ്ഞാറേക്കര ബീച്ച്, പൊന്നാനി മസ്ജിദ് എന്നിവ കാണാം. പിന്നെ അറബിക്കടലിന്റെ തീരത്തുള്ള കർമ്മ ബ്രിഡ്ജ് കാണാം. ഇവിടെ ഭാരതപ്പുഴ അറബിക്കടലിൽ അലിയുന്നു. അഴിമുഖം കാണാം. ഓളപ്പരപ്പിലൂടെ ബോട്ടിൽ കുതിക്കാം. നിലയുടെ അരികുപറ്റി കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്നൊരു പാത. ഭാരതപ്പുഴ അറബിക്കടലിൽ അലിയുന്ന അഴിമുഖത്തിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റ്. Want to hear more stories that shaped our history? Don't forget to subscribe.